ഹലോ. ഇപ്പം മഴയായതുകൊണ്ട് തന്നെ മുറ്റത്തിറങ്ങിയുള്ള കളി ഭയങ്കര കുറവാണ് കേട്ടോ. മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ചെറിയൊരു വെയിലൊക്കെ ആറുന്ന സമയത്ത് കൂടുതലും രാവിലെയും വൈകിട്ടുമാണ് ഇവന്മാർ മുറ്റത്തിറങ്ങി ഭയങ്കര കളിയായിരിക്കും കേട്ടോ. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ദിവസങ്ങളിലും ഒന്നല്ലെങ്കിൽ രാവിലെ നല്ല മഴയായിരിക്കും, അല്ലെങ്കിൽ വൈകിട്ട് നല്ല മഴയായിരിക്കും. അപ്പോൾ ഈ മുറ്റത്തിങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന കാരണം നമ്മൾ അങ്ങനെ അധികം പുറത്തേക്ക് ഇറക്കാറില്ല ഇവന്മാരെ. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഒരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ ചാച്ചൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കാറ് ഓടിച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വെച്ചേക്കാണ്. കാരണം മഴ ആയതുകൊണ്ട് ഒന്നും നടക്കില്ല. വെറുതെ അത് നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കെട്ടിപ്പൂട്ടി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അകത്തിരുന്ന് ഇവന്മാർക്ക് ഭയങ്കര ബോറടി ആയി തുടങ്ങി. ടി വി ആണെങ്കിലും കുറച്ച് നേരമൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അധികം നേരമൊന്നും സ്ക്രീൻ ടൈം കൊടുക്കില്ല, കുറച്ച് നേരമൊക്കെ കൊടുക്കും. അപ്പോൾ അതും അവർക്ക് ബോറടി ആയി തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വാശിയായി, ബഹളമായി, അടിപിടിയായി, കരച്ചിലായി, ഒക്കത്തുനിന്ന് ഇറങ്ങാത്ത അവസ്ഥ വരെ എത്തി കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് കുറച്ച് വണ്ടികളുണ്ട്, ബൈക്കും അതേപോലെ സൈക്കിളൊക്കെ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കെട്ടിപ്പൂട്ടി ആ വർക്ക് ഏരിയയിൽ എടുത്ത് വെച്ചേക്കായിരുന്നു. വേറെ ഒന്നുമല്ല, എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടുപേരും അതിനായിരിക്കും മടി. രണ്ടുപേർക്കും രണ്ട് സാധനങ്ങളുണ്ടെങ്കിലും ചേട്ടന് അനിയൻ്റെ സാധനം വേണം, അനിയന് ചേട്ടൻ്റെ സാധനം വേണം, ചിലപ്പോൾ രണ്ടുപേർക്കും ആ ഒരൊറ്റ സാധനം വേണം. അവസാനം അടിപിടി ബഹളമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും കൊടുക്കാണ്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവന്മാരുടെ ഈ ബോറടി കണ്ടു കഴിഞ്ഞപ്പോൾ പാവം തോന്നിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ആ ഒരു കുഞ്ഞി സൈക്കിളും ആ ഒരു ബൈക്കും എടുത്തു കേട്ടോ. ഇതൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഓടണ ബൈക്കാണ് ഇപ്പോൾ ഈ ഏതപ്പം കയറി ഇരിക്കുന്നത്. പക്ഷെ ചാർജ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല. കാരണം ചാർജ് നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാലാണല്ലോ ചാർജ് കയറുക. ഇത് കുത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും അവനത് ഊരി എടുത്തേക്കണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്ന് ഇവന്മാർ ഉറങ്ങണ നേരത്ത് ചാർജ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ എന്ത് ചെയ്ത ആ സമയത്ത് ഞാനൊട്ട് മറന്നു പോവുകയും ചെയ്യും. അത് കാരണം ഇതിപ്പോൾ ചാർജ് ഇല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ഉന്തി നടക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ഡോണുവിൻ്റെ അതൊരു ചെറിയൊരു സൈക്കിളാണ്, അത് എന്തായാലും ഉന്തി തന്നെ നടക്കണം. അങ്ങനെ പാവം തോന്നിയിട്ടാണ് രണ്ടു പേർക്കും രണ്ട് വണ്ടിയായിട്ട് എടുത്ത് കൊടുത്തത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സമയത്ത് ചേട്ടന് അനിയൻ്റെ സൈക്കിൾ വേണം, അനിയന് ചേട്ടൻ്റെ ബൈക്ക് വേണം, ചിലപ്പോൾ രണ്ട് പേർക്കും ആ ബൈക്ക് വേണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അടിപിടി ബഹളാവും. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മഴ മാറിക്കഴിയുമ്പോൾ ഇതേപോലെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ചേട്ടനും അനിയനും കൈ പിടിച്ചൊക്കെ നടന്ന് ചിലപ്പോൾ ചെറിയ അടിപിടി ബഹളമൊക്കെ ഉണ്ടാവും, വീഴ്ചയ്ക്ക് ഉണ്ടാവും. എന്നുണ്ടെങ്കിലും ആ ഒരു സമയം അവന്മാർ നന്നായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ. അത് കാരണം മഴയുള്ളതും മഴയില്ലാത്തതും ഏതാണ്ടൊക്കെ ഒരേപോലെയൊക്കെ ആയിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. പിള്ളേരുള്ള വീടുകളിൽ മിക്കപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരിക്കും. മഴയായാലും വെയിലായാലും എല്ലാം ഒരേപോലെ തന്നെയായിരിക്കും.